ഫ്രണ്ട്സ്, വെൽക്കം ടു ബേക്സ് ആൻഡ് ട്രീറ്റ്സ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. തായ് ഡിഷാണ് കോക്കനട്ട് മിൽക്ക് ബാർബിക്യൂ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ഡിഷിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് പീസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. വലിയ കട്ടിയില്ലാത്ത ബോൺസ് ഉള്ള പീസൊക്കെ നമുക്ക് ഇതിനായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അത് തയ്യാറാക്കാനുള്ള മസാലയാണ്. മസാലയ്ക്കായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈ ചില്ലീസ്, അത് ഒരു 10 to 15 വരെ നമുക്ക് എടുക്കാം. പിന്നെ ഷാലോട്ട്സ് ആണ്, ചെറിയ ഉള്ളി, അത് ഒരു 15 മുതൽ 20 എണ്ണം വരെ എടുക്കാം. ക്ലോവ്സ്, ഗാർലിക് ക്ലോവ്സ് 5 to 6 നമ്പേഴ്സ്. പിന്നെ നമുക്ക് വേണ്ടത് സിനമൺ ആണ്, അത് ഒരു 2-3 സ്റ്റിക്ക് നമുക്ക് എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ക്യുമിൻസ്. പിന്നെ വേണ്ടത് നമുക്ക് മല്ലി, റോ മല്ലിയാണ് വേണ്ടത്, അത് 1 to 2 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ടാമറിൻഡ്, പുളി പിഴിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പാം ഷുഗർ, അതും 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, അത് 1/2 കപ്പ്, വെള്ളം 1/4 കപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് സോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ 1 to 2 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായ ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ചില്ലീസും സിനമൺസും ക്യുമിൻസും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച ശേഷമാണ് ഇതിൻ്റെ മസാല അരച്ചെടുക്കുന്നത്. അതിനാണ് നമ്മളിത് ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ജീരകമൊക്കെ ഇപ്പം പതുക്കെ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലി കൂടി അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത് സ്പൈസസ് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ മസാല ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഒരു ഫ്ലേവറാണിത്. നമ്മുടെ മല്ലിയുടെയും മുളകിൻ്റെയും കറുവാപ്പട്ടയുടെയും എല്ലാം നല്ല ഒരു ഫ്ലേവറാണിത്. അത് നല്ല ഒരു മണം നാവിൽ വരും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷാലറ്റ്സും ഗാർലിക്കും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അല്പം ഉപ്പും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാരിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. വെജിറ്റബിൾ ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ ചിക്കൻ ഡിഷ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബാർബിക്യൂ ആണ്. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഒരു ബാർബിക്യൂ ആണിത്. അത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പറയുമ്പം തന്നെ ഇപ്പം തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ മസാലയെല്ലാം കൂടി അരച്ച് ചേർക്കുന്നത് കൊണ്ടും നമ്മൾ എല്ലാം റോ ആയിട്ടുള്ള സ്പൈസസ് എടുത്ത് അതെല്ലാമാണ് നമ്മൾ വറുത്ത് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടി നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തായ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പുളിയും മധുരവും ഉപ്പും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഏകദേശം ഒരു 2 to 3 മിനിറ്റ്സ് ഞാനിത് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം അല്പം കുറച്ച് വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന കോക്കനട്ട് മിൽക്കും ടാമറിൻ്റെ 1/4 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറുകി എടുക്കണം. അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ മനസ്സിലോർത്തിട്ട് വേണം പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഈ മിക്സ് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാം ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുറുകി വരണം. എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ചിക്കൻ എടുത്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത്. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. ഒട്ടും അടുക്കി പിടിക്കാതെ കട്ട കെട്ടാതെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനിടാം. അത് 250 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഓവനിൽ അല്ലെങ്കിൽ നമുക്ക് ബാർബിക്യൂ ഗ്രില്ലുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. സെയിം പ്രൊസീജിയർ തന്നെ. ഇതേപോലെ മസാലയെല്ലാം ഉണ്ടാക്കിയ ശേഷം അത് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ബാർബിക്യൂ ഗ്രില്ലിൽ അത് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ മസാലയൊന്ന് കുറുകി തുടങ്ങുന്ന പരുവത്തിന് നമുക്കിതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റാം. അത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഞാനിപ്പോൾ മാറ്റുന്നത്. ബാക്കി മസാല ഇവിടെ കിടന്ന് കുറച്ചും കൂടി കുറുകണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനുള്ളത് ആദ്യമേ അങ്ങ് മാറ്റുവാണ്. അപ്പം ഇതൊന്ന് ആറിയ ശേഷം നമുക്ക് ചിക്കൻ അതിൽ ഡിപ്പ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ മാരിനേഷൻ ചെയ്യാനുള്ള സോസ് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്ന് ഇതിലേക്ക് ഡിപ്പ് ചെയ്തത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഓരോ പീസും നല്ലപോലെ നമുക്ക് സോസിൽ മുക്കി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഫാറ്റ്സ് എല്ലാം മെൽറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സോസ് ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇപ്പോൾ 30 മിനിറ്റ്സ് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു സ്ക്വയറിലേക്ക് മാറ്റാം. സ്ക്വയർ ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഓവനകത്തുള്ള ട്രേയിൽ ഇത് പ്ലേസ് ചെയ്താൽ മതിയാവും. ഓരോന്നോരോന്നായിട്ടെടുത്ത് സ്ക്വയറിലേക്ക് നമുക്ക് വയ്ക്കാം. ഓരോ സ്ക്വയറിലേക്ക് നമുക്ക് ഇതേപോലെ ചിക്കൻ പീസസ് വയ്ക്കാം. നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നമ്മൾ സ്ക്വയറിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓവനിൽ വെക്കാം. നമ്മുടെ ചിക്കൻ പീസസ് ഓവനിൽ വെക്കുന്നതിന് മുന്നേ നമുക്ക് ഓവനകത്തുള്ള ട്രേയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ചിക്കൻ പീസസ് ഗ്രില്ലിൽ വെക്കുമ്പോൾ മെൽറ്റ് ആവുന്ന ഫാറ്റെല്ലാം ഈ ട്രേയിൽ വന്ന് വീണോളും. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാനിപ്പോൾ ട്രേ ഓവനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി നമുക്ക് ഈ ഗ്രില്ലിലേക്ക് വയ്ക്കാം. ഓവൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 250 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇത് നമുക്ക് ആദ്യം ഒരു 4 to 5 മിനിറ്റ്സ് ആണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് നമ്മൾ ചിക്കൻ പുറത്തെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ തണുപ്പൊന്ന് മാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള സോസ് കൂടി ഇതിനകത്തേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ചിക്കൻ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കും. ചിക്കൻ ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് 4 മിനിറ്റായി. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഫാറ്റെല്ലാം മെൽറ്റ് ചെയ്ത് നമ്മുടെ ട്രേയിലേക്ക് വീഴുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ പുറത്തെടുക്കാം. ഇത് തണുത്ത ശേഷം ചിക്കൻ തണുത്ത ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ബാക്കിയുള്ള സോസ് വീണ്ടും നമ്മൾ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. ചിക്കൻ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഓരോ പീസസിലേക്ക് നമുക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം ബാക്കിയുള്ള സോസിലും കൂടെ നമ്മൾ വീണ്ടും ചിക്കൻ പീസസ് എല്ലാം ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒരു 5 to 8 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ കോക്കനട്ട് മിൽക്ക് ബാർബിക്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പം ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുമല്ലോ.